ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നാണ്. നമ്മുടെ mcomന് 4th സെമസ്റ്ററിൽ പഠിക്കാനുള്ളൊരു സബ്ജക്റ്റാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് എന്താണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് തിയറിയും പ്രോബ്ലവും ഒരുപോലെ പഠിക്കാനുണ്ട്, പക്ഷേ എന്നാലും കൂടുതലും പ്രോബ്ലംസാണ് ചോദിക്കാനുള്ളൊരു ചാൻസ് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആ പേരിൽ തന്നെ ഉണ്ട്. ഇത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിൻ്റെയും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്സ് എല്ലാം, ഒരു ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഫണ്ട്സ് എല്ലാം ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ളൊരു മാനറിൽ വളരെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അക്വയർ ചെയ്യുകയും അതിനെ ഏറ്റവും നല്ല രീതിയിൽ എഫിഷ്യൻ്റായ രീതിയിൽ നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയാമല്ലേ. നമ്മളൊരു ബിസിനസ്സിൽ ഫണ്ട് റേസ് ചെയ്യുന്നതും അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഉപയോഗിക്കുന്നതൊക്കെ എങ്ങനെയായിരിക്കും, എപ്പോഴും എഫിഷ്യൻ്റായിട്ട് വേണം ചെയ്യാൻ. അതിലൂടെ നമ്മുടെ ഫേമിൻ്റെ വാല്യൂ നമുക്ക് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ മാർക്കറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസേഷന് വേണ്ട രീതിയിലായിരിക്കും നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതും യൂട്ടിലൈസ് ചെയ്യുന്നതും. സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫൈ ചെയ്യണം. കുറേ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് തന്നെ ഒരു ബിസിനസ് ഫേം വന്നിട്ട് ഫിനാൻഷ്യൽ ഡിസിഷൻസൊക്കെ എടുക്കുന്ന സമയത്ത് അതിനുവേണ്ടി എന്തൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഫിനാൻഷ്യൽ സ്ട്രാറ്റജീസ്, ലീസ് സ്ട്രാറ്റജീസ്, മെർജർ സ്ട്രാറ്റജീസ്, ടേക്ക് ഓവർ സ്ട്രാറ്റജി, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സിൻ്റെ വീഡിയോസാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്